ഹായ് പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ദോശയൊക്കെ അരച്ച് വെച്ചതായിരുന്നു. മക്കളുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരച്ച് വെച്ചത്. അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ എനിക്ക് മാത്രം മതിയല്ലോ. അപ്പം ഞാൻ 2-3 ദോശ എനിക്ക് മാത്രം ചുട്ടെടുത്തു. എനിക്കങ്ങനെ കനം കുറച്ചൊന്നും ഇഷ്ടമല്ല, ഇത്തിരി കട്ടി വേണം. ഹായ് കൂട്ടുകാരെ, ഇന്ന് മക്കൾക്കൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇന്ന് ദോശയാണ്. എനിക്ക് മാത്രമുള്ള ദോശ ഉണ്ടാക്കിയത്. അതിന് ചട്നി അരയ്ക്കാൻ ഇവിടുത്തെ തേങ്ങ പൊതിക്കണ പാര പൊട്ടിപ്പോയി. അപ്പോൾ കൊടുവാൾ കൊണ്ട് മക്കളാരെങ്കിലും പൊളിച്ച് തരണം. അവരില്ലാത്തതുകൊണ്ട് എനിക്ക് തേങ്ങ അരയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ജാങ്കോയ്ക്കുള്ള മുട്ട പുഴുങ്ങി വെച്ചു. പിന്നെ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു. 10 മണിയാവാറായി. ഓക്കെ, മോനെ, ഗുഡ് മോർണിംഗ് ജാങ്കോ മോനെ. ഇന്നലെ ചേട്ടന്മാരെ കാത്തിരുന്ന് എത്ര വൈകിയാണ് കിടന്നുറങ്ങിയത്. എന്നാലും രാവിലെ എണീറ്റ് പോയി 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ക്ഷീണമുണ്ടല്ലേ കുട്ടിയെ? പാവം. മനുഷ്യനെക്കാട്ടിലും ഉത്തരവാദിത്വ ബോധമുണ്ട് അവർക്ക്. എന്താ പ്രാണികളാണെങ്കിലും എന്തെല്ലാം നമ്മൾ ഇവരോട് പഠിക്കാനിരിക്കണം. നമുക്ക് 100 ദിവസം ഭക്ഷണം കൊടുത്തിട്ട് ഒരു ദിവസം കൊടുക്കാൻ പറ്റാതെ വന്ന പിന്നെ ചീത്തവിളിയായി, മുഖം വീർപ്പിക്കലായി, ഇതൊന്നുമില്ലാതെ ഒരു ദിവസം ഭക്ഷണം കൊടുത്താൽ മതി. ഇവർക്ക് ജീവിതകാലം മുഴുവനും നമ്മളോടൊപ്പം നിൽക്കും. പാവങ്ങൾ. അതൊക്കെ എന്നാട്ടാ.